അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ് മോളെ. എടുക്കടി. അമ്മേ നോക്കിയറിയാൻ. ഔട്ടേ. യാ. പിന്നെ ഞാൻ ഔട്ടൊന്നുമല്ല, ഞാൻ കുത്തി. പിന്നെ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഔട്ട്. ഇങ്ങോട്ട് മാറ്. അമ്മ അച്ഛൻ ഔട്ടൊന്നുമല്ല. ഔട്ടാണ്. അച്ഛൻ ഔട്ട് ഔട്ട്. ഔട്ടല്ല ഔട്ടല്ല. ഇടല്ലേ അച്ഛാ. ഔട്ടാണ്. ഔട്ടല്ല. ഔട്ടാണ്. വലിയടാ. ഔട്ടല്ല. ഔട്ട്. നീ വാടാ, അവരച്ഛനും മോളും കള്ളക്കളി കളിക്കട്ടെ. ശരി, ഔട്ടെങ്കിൽ ഔട്ട്. നിങ്ങൾ പറ്റി. വാ കളിക്കാം. ഞങ്ങളില്ല, അച്ഛനും മോളുടെ കളിച്ചാ മതി. മുൻകൂവക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ്. മോഹനൻ കോളേജ്. മോഹനൻ കോളേജോ അതോ മോഹിനി കോളേജോ? അതച്ഛന്റെ കൂട്ടുകാരനാണ്. ഒരാഴ്ച കൊണ്ട് തുടങ്ങിയതായി വിളി. നാളെ അല്ലേ അമ്മ അച്ഛന്റെ പഴയ കോളേജ് കൂട്ടുകാരുടെ റീയൂണിയൻ? അതിന്റെ തന്നെ ഈ ബഹളം. പോടി. സുരേട്ടാ, ദേ പിള്ളേർ കാണിക്കുന്നുണ്ടോ? നീ എന്റെ സ്റ്റംപ് അടിച്ച് തെറിപ്പിക്കല്ലേ? നിങ്ങളുടെ സ്റ്റെമ്പ് തെറിക്കാൻ കിടക്കണല്ലേ ഉള്ളൂ. നിൻപദങ്ങളിൽ നൃത്തമാടി എന്റെ സ്വപ്നജാല. മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടി എന്റെ സ്വപ്നജാല. നീയൊരു മലർവാടി മധുമലർ മുട്ടുകൾ പോരാടി മിഴികളാടി. ഒന്ന് വെറുതെ ഇരിക്കുന്നു. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാല.
ഇന്നത്തെ ഗെറ്റ് ടുഗദർ എന്തായാലും സൂപ്പറായിരുന്നു. എത്ര വർഷത്തിന് ശേഷം എല്ലാവരെയും ഒന്ന് കാണുന്നു. പയ്യന്മാരെയൊക്കെ കണ്ടാ തിരിച്ചറിയാം. പക്ഷെ ഈ പെണ്ണുങ്ങളൊക്കെ തള്ളച്ചിമാരായില്ലടേ. ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. ഒന്നെണീറ്റ് പാടവിടെ. അളിയ, നിന്റെ ആ പഴയ ചെറുക്കനെ മനെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ട്. അളേന് ജനിക്കാതെ പോയ 2 മക്കളും അല്ലേടാ. ശരി, ഇവനൊരു മാറ്റവും ഇല്ലല്ലേ? ഒരു മാറ്റവും ഇല്ല. പഴയ വാന്നോട്ടം പഴമുണ്ട്. നോക്കിക്കാതെ സാധനം ഇവിടെ. ഇനി ഒഴിക്കണമെങ്കിൽ ആളിയ ഒരെണ്ണം അടിക്കണം. ഞങ്ങൾ 2 റൗണ്ട് കഴിഞ്ഞു. എൻ്റെ പൊന്നടിയന്മാരെ എനിക്ക് വേണ്ട. വീട്ടിൽ വൈഫും കുട്ടികളും മാത്രമേ ഉള്ളൂ. എനിക്കുള്ള സാധനം എന്താ ഇവിടെ ഉണ്ട്. ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, ഒന്ന് പോടാവിടെ. വേറെ ആർക്കും വൈഫും കുട്ടികളും ഇല്ലാത്തതല്ല. ഞാൻ കഴിക്കൂല, വേണ്ടാത്തോണ്ടാ. അളയ വേണ്ടെങ്കിൽ വേണ്ട, ഒരു ബിയറെങ്കിലും പ്ലീസ് കുടി. വൈഫ് അവൻ്റെ ഒരു വൈഫ്. വേറെ ആർക്കും ഇതൊന്നും ഇല്ലാത്ത പോലെ. ഞാനായിരുന്നെങ്കിൽ അടിച്ച് ചെവിക്കല്ല് പിളർന്നേനെ. പിന്നല്ല ഇതാടേ. ആളിയ ഈ ഒരു ഗ്ലാസ് ബിയർ കുടി. അല്പം കട്ടിയല്ലേ? ഈ ബിയർ അങ്ങനത്തതാ. മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുൽ. जिंदगी कुछ तो दे मशवरा, जिंदगी कुछ तो दे मशवरा, जिंदगी कुछ तो दे मशवरा, जिंदगी कुछ तो दे मशवरा। एक तरफ उसका घर, एक तरफ मैं कदा, एक तरफ उसका घर, एक तरफ मैं कदा। മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുൽ.
ഡാ എണീടാ. ഡാ സുരേഷേ, ഡാ എണിക്കായി. ഡാ വീട്ടിൽ പോണ്ടേ? ഡാ സുരേഷ്, പോവാടാ പോവാടാ. സുരേഷ് എണീ. ഡേയ് എണീടേ. പോവാ പോവാടാ. നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഫുള്ള് ഫ്ലാറ്റായി. ഷർട്ട് മൊത്തം വാളുമായി ഒരു ഇവനെ വീട്ടിൽ ചെയ്യണ്ടേ? ഇവന്റെ വീട്ടിൽ പ്രശ്നമാവും. ഇവനെ എൻ്റെ വണ്ടി കയറ്റ്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഭൂലോക രംഭ. അളിയാ, നിന്റെ ഒരു ഷർട്ട് കൂടെ എടുത്തോ. നീ താളം പിടിക്കാതെ ചെരുപ്പിട. ആ വണ്ടി പോട്ടെ. ആ സ്റ്റാൻഡെത്തി പാർക്ക് ചെയ്തു. സുരേഷേ മോഹന, നീ എന്റെ ചങ്കാണ്. എന്നെ വീട്ടിൽ കൊണ്ടാക്കടാ. മോഹനം വരും. ആ കോട് വേഗം വന്ന് വണ്ടി അളയാ, വാള് വെക്കില്ലേ? ഡാ ആ ഷർട്ട് അവനൊന്ന് ഇട്ട് കൊടുത്തു. എന്തു പറ്റി? പിടിക്കട്ടാ, വേണമെങ്കിൽ പിടിക്കാം. നാറി. ഈ നാരിയൊക്കെയാണോ നിങ്ങളുടെ കൂട്ടുകാര്?
ആ ഞാനിവിടെ തന്നെ ഉണ്ട്. വീട്ടുകളളിയ ഇതിനൊക്കെ ഇത്ര ടെൻഷൻ അടിക്കാനുണ്ടോ? എൻ്റെ കുടുംബം നശിച്ചടാ. ഞാൻ ഇതുവരെ അവളെ തല്ലിയിട്ടില്ല. പോകാൻ പറയടാ അവളവരോട്. നീ ഭാര്യ കുട്ടികളെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നുണ്ട് അവൾ ഒരു തലേ കയറുന്നേ. ഈ നാട്ടിലെ ഇവളവർ മാത്രമല്ല വേറെ ഉണ്ട് പെണ്ണുങ്ങൾ. നിങ്ങളൊക്കെ വലിയ കാശുകാരാ. അന്നും ഇന്നും ജീവിതത്തിലൊന്നും ആകാൻ കഴിയാത്തവനാ ഞാൻ. എൻ്റെ സമ്പാദ്യം എൻ്റെ കുടുംബമാണ്. അത് ഇന്നലത്തോടെ തീർന്നു. കൂടി വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. നീ ഈ രാത്രി ഇത് എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ ഉണ്ട്. നീ അവിടെ ഇരി. ഇവിടെ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുണ്ട്. അതാണ് അളിയാ പെണ്ണ്. നീ വണ്ടി ഇരിച്ചേ, എനിക്ക് വീട്ടിൽ പോകണം. നീ അവിടെ ഇരിക്കേ, ഞാൻ അവിടെ ചെന്നിട്ട് ഫോൺ വിളിക്കും, നീ എടുക്കണം. ആ ഞാൻ എത്തി കേട്ടോ. താഴ് താഴ്. ഇവിടുത്തെ പരിപാടി
ഇവിടെ എന്താ പറയുന്നത്? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് വാടാ. നിനക്ക് ഇവിടെ പരിപാടി ഉണ്ട്. ഇവനാണ് ഇവളുടെ ചാരൻ. ഈ വണ്ടി മുഖ്യ ദിവസം ഇവിടെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദേവിയെ നിന്നെ ഉപദ്രവിക്കരുത്. ഇവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കണം. നിന്റെ കുറെ നാളത്തെ കളി ഇപ്പൊ ഒഴിവാക്കി തരണം. നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, നോക്ക്. നാട്ടുകാർ കണ്ടേ? വിടുന്നവനെ വിടുന്ന പിടി പിടി നില്ലടാ. ആരുടെ വണ്ടിയില് രണ്ടുപേരോടെ വച്ച് നടത്തുന്ന പരിപാടിയാണല്ലേ? നിന്റെയൊക്കെ സൂക്കേട് മാറ്റിത്തരാടാ. അവന്റെ ഇരിപ്പ് കണ്ടില്ല. ശരിയാവും. നീ എവിടെ ഉള്ളടാ? പറയടാ. ഇവനെ ഇനി വിടുന്ന പരിപാടിയില്ല. പോലീസ് വന്നിട്ട് ഇവിടെ ഇരിക്കട്ടെ. കരഞ്ഞിട്ടൊന്നും ഇനി ഒരു പരിപാടിയില്ല. കുറെ ദിവസമായി ഉറക്കൊള്ളിയാൻ തുടങ്ങിയിട്ട് ഇനി വിടാൻ പറ്റൂല. കുറെ നാളുകൊണ്ട് നമ്മളെ ശ്രമിക്കണം. എങ്ങനെ സഹിക്കണം? ഇനി ഇവനെ വിടാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ഒരു പാവമില്ല. ഇല്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ, കാല് പിടിക്കാം പ്ലീസ്. പ്ലീസ് ചേട്ടാ. ഇനി അവൻ പോലീസ് വന്നിട്ട് പോയാൽ മതി. അതെ, പോലീസ് എന്തിനാ വിടുന്നുള്ളവനെ? ഇവിടെ നാട്ടുകാർക്കാണ് തുറങ്ങണം. ഇവനെ കാരണം പൊറുതി മുട്ടി. ചേട്ടന്മാരെ പ്ലീസ് പ്ലീസ്. പാവമാണ് അദ്ദേഹം, അങ്ങനൊന്നും ചെയ്യത്തില്ല അദ്ദേഹം. ചെയ്യാത്തോണ്ടാണ് ആൾക്കാരെ പിടിച്ചത്. ഒന്ന് സഹായിക്കേട്ടാ പ്ലീസ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാല് പിടിക്കാം പ്ലീസ്. പോലീസ് വരട്ടെ. ഇത്രയും നല്ല ഭാര്യ മക്കളുള്ള നീയാണടാ ആലോലാതി ഈ ചെറ്റ പരിപാടിക്കണ. എണീറ്റ് പോടാ. എണീക്കടാ പുള്ളേ. ദാ, നിന്നെ ഇനി മേലാൽ ഇവിടെ കണ്ടുപോരുത്. ഈ വഴി കണ്ടുപോരുത് കേട്ടോ. കാല് പിടിക്കാൻ ചേട്ടാ പ്ലീസ്.
നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ ഇനിയും എത്തുമോ? നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ ഇനിയും എത്തുമോ? വിരഹ നൊമ്പര തിരിയിൽ പൂപോൽ വിടർന്നൊരു നാളം എരിഞ്ഞു നിൽക്കുന്നു. നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ ഇനിയും എത്തുമോ? ഋതുക്കളോരോന്നും കടന്നു പോവതിൻ പദസ്വരം കാതിൽ പതിഞ്ഞു കേൾക്കവേ വെറുമൊരോർമ്മ തൻ ഇടുന്നു തൂവലും തഴുകി നിന്നെ കാത്തിരിക്കയാണു ഞാൻ. വെറുമൊരോർമ്മ തൻ ഇടുന്നു തൂവലും തഴുകി നിന്നെ കാത്തിരിക്കയാണു ഞാൻ. നിമിഷപാത്രങ്ങൾ ഉടഞ്ഞു വീഴുന്നു. നിറപ്പതു മണ്ണിൽ ഉതിർന്നു മായുന്നു. അലിഞ്ഞലിഞ്ഞു അരിയ ജന്മമായി അവീഴ ദ്വീപിൽ ഞാനിരിപ്പതെന്തിനോ? ഓക്കെ അല്ലേ? ഒരു കുരുക്ക് മാത്രം ആക്കുന്ന എന്തിന്? 3 കൂടെ ഇട്, ഞാൻ മക്കളെയും കൂടെ വിളിച്ചിട്ട് വരാം. നിങ്ങളാ ഞങ്ങള് പിന്നെ എന്തിനാ ജീവിക്കണേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ദിവ്യ. ഞാനങ്ങനെ ചെയ്യുന്നതൊക്കെ തോന്നുന്നുണ്ടോ?
അതിന് നിങ്ങൾ തെറ്റിയത് ഞാൻ എപ്പോഴാ പറഞ്ഞു. ഇതൊന്ന് കേട്ടു നോക്ക്. ഞാനല്ലടി നാറി, നിന്റെ മറ്റവനുണ്ടല്ലോ അവനാണടി നാറി. അവനെ വടുതല ശ്യാമളയുടെ വീട്ടിൽ നാട്ടുകാർ പിടികൂടി വച്ചിട്ടുണ്ട്. ഇപ്പൊ ചെന്നാ നിനക്ക് അവനെ കൊണ്ടുപോവാം. ആ ഞാൻ എത്തിയോ. ഇതേപോലുള്ളവന്മാർ ഓരോ കുടുംബത്തേക്ക് കടന്നു വരും. നമ്മളൊന്ന് കരുതിയിരുന്ന തീരാവുന്നേ ഉള്ളൂ. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പലതും വരും പോവും. അതിന്റെ പിറകെ നമ്മൾ എന്തിനാ പോകുന്നത്? അടുത്തത് വരുമ്പോ നാട്ടുകാരെ എന്റെ പുറകെ പൊക്കോളും. നിങ്ങക്ക് ഞങ്ങളില്ലേ മനുഷ്യ? ഓക്കെ അല്ലേ? ഓക്കെ.